ജീവിതത്തിൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചില എടുത്തുചാട്ടങ്ങൾ കൊണ്ടോ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചെന്നും ഉണ്ടായെന്നും ഒക്കെ വരാം. ആ സമയത്ത് നമ്മളെല്ലാവരും പൊതുവായി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് മുന്നോട്ട് ഒരു ജീവിതമില്ല, ഞാൻ ഇവിടെ എല്ലാം വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഈ എല്ലാം നഷ്ടപ്പെട്ടു എന്ന ചിന്ത നിങ്ങളിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതുതായി ചെയ്യാനുള്ള ഒരു മനോധൈര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഓരോ സ്ട്രഗിൾസ്, ഓരോ പ്രയാസങ്ങളുമാണ് നമ്മുടെ ഫ്യൂച്ചറിൽ, നമ്മുടെ ഭാവിയിൽ, നമ്മുടെ വർത്തമാനകാലത്തും ഒക്കെ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, സന്തോഷത്തെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതിന് ഒരു കാരണമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ സ്വാഭാവികം തന്നെയാണ്. ഇങ്ങനെ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഹാപ്പിനെസ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രയാസം അനിവാര്യമാണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ തിരമാലകളെ ഒന്ന് നോക്കി. ഓരോ താഴ്ചയിൽ നിന്നും ഉയർന്നു വരാനായിട്ട് തിരമാലകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് തിരമാലയുടെ ആ ശക്തിയാണ്. ഏത് കൂറ്റനദികളെയും ഒറ്റയടിക്ക് തകർക്കാനുള്ള ശക്തിയും തിരമാലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ കാരണം നമ്മുടെ ജീവിതം വഴിമുട്ടി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ അതിശക്തരാണ്. ഇതിനപ്പുറം വലിയ പ്രതിസന്ധികൾ വന്നാലും അതിശക്തമായി അടിച്ചു തകർക്കാൻ കഴിവുള്ള തിരമാലകളെ പോലെ തന്നെയാണ് പിന്നീട് നമ്മളിൽ ഉണ്ടാകുന്ന ആ നമ്മളെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലൊന്നും വഴുതി വീഴാതെ ജീവിതം അവസാനിച്ചു എന്ന് കരുതാതെ മുന്നോട്ട് പോവുക. ആ ഒരു സ്പാർക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.